ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ കലാശപ്പോരിന് ഇന്ത്യൻ ടീം തയ്യാറെടുക്കുകയാണ്. ഈ ഞായറാഴ്ചയാണ് ന്യൂസിലൻഡിനെ ഇന്ത്യ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പോടെ നിൽക്കുകയാണ് രോഹിത്തും കുട്ടികളും. ശ്രദ്ധാകേന്ദ്രമായി ഇപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം. ഒരുപാട് കാരണങ്ങളുണ്ട്. രോഹിത്തിന്റെ അവസാന ICC ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ രോഹിത് ഈ ICCയിൽ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ജയിച്ചില്ലെങ്കിൽ രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നൊരു ചോദ്യവുമുണ്ട്. ഒന്നെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറും, അല്ലെങ്കിൽ ജയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നുവെന്ന് രോഹിത് പ്രഖ്യാപിക്കും. ഇതിലൊന്നും നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകരടക്കമുള്ള രോഹിത് ആരാധകർ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം രോഹിത് ശർമ്മയുടെ ഭാവിയെ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്നും ബാധിക്കുമെന്നും പറയുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് തൊട്ടു പിന്നാലെ 2 വർഷത്തിനപ്പുറം നടക്കേണ്ട ഏകദിന ലോകകപ്പിനുള്ള ഒരുക്കം തുടങ്ങാനാണ് BCCI പദ്ധതിയിടുന്നത്. ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ക്യാപ്റ്റനെ 2 വർഷത്തിനുള്ളിൽ കണ്ടെത്തേണ്ടതായതിനാൽ തന്നെ രോഹിത് ശർമ്മയുടെ ഭാവി നിർണയിക്കുക ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തന്നെ ഇന്ത്യയുടെ പ്രകടനമാകുമെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2020 ലോകകപ്പിലെ കിരീട വിജയത്തോടെ ആ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ടെസ്റ്റിലും ഏകദിനത്തിലും ഇപ്പോഴും ഇന്ത്യൻ നായകൻ തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചാൽ നായകമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടേറാനാണ് സാധ്യത.